പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ആയാലോ? വേണ്ട സാധനങ്ങളാണ് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉരുളക്കിഴങ്ങ്, ഉലുവ, പെരിഞ്ജീരകം. ഇന്നത്തെ കറിവേപ്പ് ഉരുളിയിലാണ്. എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ ഉലുവ ഇട്ടു. ഉലുവ മൂത്തതിന് ശേഷം പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ടു. അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇഞ്ചി ഒന്ന് പച്ചച്ചവ മാറിയതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇട്ടത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. സവാള ഒന്ന് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ആ സമയം കൊണ്ട് മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇത് നന്നായി ഇളക്കി മൂപ്പിച്ച് ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി ഉള്ളിയും വഴണ്ട് വന്നതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം മസാലയിലോട്ട് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് മിക്സി ജാറിൽ വെച്ച് നന്നായി അരച്ചെടുക്കണം. സമയം കൊണ്ട് ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയതായിരുന്നേ. പച്ചമുളക് ഇട്ടു. അരച്ച് വെച്ച മസാല ഇട്ടിട്ട് ഉള്ളിയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കണം. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ച് മിക്സി ജാറ് കഴുകി വെള്ളം ഒഴിച്ച് ചിക്കൻ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കണം. അതിനു മുന്നേ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കണേ. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം ഇട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ്. നല്ല തീയിൽ 20 മിനിറ്റ് വെന്താൽ മതിയാവും കേട്ടോ ചിക്കൻ. നമ്മുടെ സൂപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.